വ്യത്യസ്തമായി CPM നേതാവ് MM ലോറൻസ്, PC ജോർജ് MLA, എഴുത്തുകാരനും ചിന്തകനുമായ ഡോക്ടർ ആസാദ് ഹുസൈൻ രണ്ടത്താണി, മാധ്യമപ്രവർത്തകനായ സജീവൻ, രാഷ്ട്രീയ നിരീക്ഷകനായ അഡ്വക്കേറ്റ് ജയശങ്കർ എന്നിവർ നമ്മോടൊപ്പം ചേർന്നു. ഇപ്പോൾ ശ്രീ ആസാദിലേക്ക്. ആസാദ് കോഴിക്കോട് സ്റ്റുഡിയോയിൽ നമ്മോടൊപ്പം ചേരുന്നു. ആസാദ്, പുതിയ സംഭവവികാസങ്ങൾ, അതായത് ഇന്ന് നടന്ന 2 പത്രസമ്മേളനങ്ങൾ, അതായത് CPM തമ്മിൽ പരസ്യമായി മാധ്യമ പ്രവർത്തകരുടെ മുമ്പിൽ ഏറ്റുമുട്ടിയ രംഗങ്ങൾ, അതിനുശേഷം നടക്കുന്ന ചില സമവായ ചർച്ചകൾ, ഇന്ന് വൈകുന്നേരം ഈ 8:15 ഇരിക്കുമ്പോൾ താങ്കൾക്ക് ഇതേപ്പറ്റി എന്താണ് പറയാനുള്ളത്? CPM-ഉം CPI-യുമായുള്ള ബന്ധം, ഈ പ്രശ്നങ്ങൾ ചിലപ്പോൾ പരിഹരിക്കാൻ കഴിഞ്ഞു എന്ന് വരാം, അല്ലാതെ അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. പക്ഷേ അടിസ്ഥാനപരമായി പരിശോധിക്കേണ്ട ഒരു വിഷയമുണ്ട്. എന്തുകൊണ്ടാണ് പൊന്നാനിയിൽ ഈ വിഷയം ഉണ്ടായത്? ഇപ്പോൾ കഴിഞ്ഞ തവണ മഞ്ചേരി സീറ്റ് പിടിച്ചെടുക്കുമ്പോൾ CPM ഔദ്യോഗിക ചിഹ്നത്തിലാണ് മത്സരിച്ചത്. അവിടെ ഒരു പൊതു സ്വാതന്ത്ര്യം നിർത്തി ആണ് മഞ്ചേരി പിടിച്ചെടുക്കേണ്ടത് എന്ന് ആരും പറഞ്ഞില്ല. ഇത്തവണ അതിനേക്കാൾ പ്രയാസകരമാണ് മലപ്പുറം സീറ്റ് പിടിച്ചെടുക്കാതില്ലേ. പക്ഷെ മലപ്പുറം സീറ്റ് പിടിച്ചെടുക്കുന്നതിന് ഒരു പൊതു സ്ഥാനാർത്ഥി വേണം എന്ന് ആരും പറഞ്ഞു കേട്ടില്ല. പക്ഷെ പൊന്നാനി സീറ്റ് നേരത്തെ പിണറായി സൂചിപ്പിച്ച പോലെ അദ്ദേഹത്തിന്റെ പത്രസമ്മേളനത്തിൽ പലവട്ടം സൂചിപ്പിച്ചൊരു കാര്യം, 1 ലക്ഷത്തിലേറെ വോട്ടിന് പതിവായി തോറ്റുപോരുന്ന പൊന്നാനി. പക്ഷെ ആ പൊന്നാനിയല്ല ഇന്നത്തെ പൊന്നാനി. മറ്റു പല വിഷയങ്ങളും പറയുമ്പോൾ ഈ മണ്ഡലത്തിലുണ്ടായ പുനഃസംഘടനയെ പറ്റി അവർ പറയാറുണ്ട്. ഈ പൊന്നാനിയുടെ ദൃശ്യമാകെ മാറിയിരിക്കുകയാണ്. ഇപ്പൊ തൃത്താല, പാലക്കാടിലെ തൃത്താലയൊക്കെ അതിന്റെ ഭാഗമാണ്. ഈ രീതിയിൽ വന്ന മാറ്റം കൂടി ഉൾക്കൊള്ളുമ്പോൾ ഇപ്പോൾ പൊന്നാനി മലപ്പുറത്തേക്കാൾ ജയിക്കാൻ എളുപ്പമുള്ള, താരതമ്യേന എളുപ്പമുള്ള ഒരു മണ്ഡലമായിരിക്കെ അവിടെ പൊതുസമ്മതനായ സ്ഥാനാർത്ഥി നിർത്തണമെന്നും മലപ്പുറത്തിന് ഇത് ബാധകമല്ല എന്നും പറയുന്നതിന്റെ യുക്തി എന്താണ്? ഇതിലൂടെ കടന്നു പോകുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് മലപ്പുറത്തും മഞ്ചേരിയിലും സ്വന്തം ചിഹ്നത്തിൽ വോട്ട് ചെയ്യിച്ച് വിജയിപ്പിക്കാൻ കഴിയുമെന്ന വിശ്വാസമുള്ള CPM-ന് പൊന്നാനി സീറ്റിലേക്ക് എന്ത് തരത്തിലുള്ള കാഴ്ചയാണുള്ളത്? തീർച്ചയായും ആ സീറ്റ് പിടിച്ചെടുക്കുകയും ഒരു പക്ഷേ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ നിലവിലുള്ള സംവിധാനമായി തുടരുന്നതിനേക്കാൾ മറ്റേതോ രീതിയിൽ പോയാലും കുഴപ്പമില്ല എന്ന ഒരു താല്പര്യം എങ്ങനെയോ CPM-നകത്ത് കടന്നു വന്നിട്ടുണ്ട്. ഇത് അവിടെ മാത്രമല്ല, RSP-ആയുള്ള സംഭാഷണത്തിലും ജനതാദളുമായുള്ള സംഭാഷണത്തിലും ഒക്കെ മുളച്ചു നിൽക്കുന്ന ഒരു കാര്യം, പുതിയ ഒരു രാഷ്ട്രീയ അജണ്ട കേരളത്തെ സംബന്ധിച്ചുണ്ട്. ഇത് വികസന കാര്യങ്ങളിൽ പറയുന്നതിന് തുല്യമായി മറ്റെല്ലാ മേഖലകളിലും കേരളത്തിൽ രൂപപ്പെട്ടു വരുന്ന ഒരു പുതിയ ബന്ധം, CPM-ന് ഇടതുപക്ഷത്തിൽ രൂപപ്പെട്ടു വരുന്ന പുതിയൊരു രാഷ്ട്രീയ ബന്ധം, അത് പുറമേയുള്ള ശക്തികളായിട്ടാവാം. ഇപ്പോൾ 80കളിലൊക്കെ CPM അതിന്റെ കേന്ദ്ര നേതൃത്വം പലവട്ടം പറഞ്ഞിട്ടാണ് കേരളത്തിൽ അഖിലേന്ത്യാ ലീഗിനെ ഉപേക്ഷിച്ച് ജാതി മത വർഗീയ കക്ഷികളുമായി ഒരു ബന്ധവുമില്ല എന്ന തീരുമാനത്തിലേക്ക് എത്തിയത്. അന്ന് ജനറൽ സെക്രട്ടറി EMS ആയിരുന്നു. കേരളത്തിൽ 85-ൽ ലീഗുമായി ചേർന്ന് കോൺഗ്രസിനെ തോൽപ്പിക്കണമെന്ന് പറഞ്ഞ ബദൽ രേഖാകാരനായ MV രാഘവനെ പുറത്താക്കി, ബദൽ രേഖ തള്ളിക്കളഞ്ഞു. എന്നിട്ടാണ് 87-ൽ തത്വാധിഷ്ഠിതമായ ഒരു നിലപാട് ഉയർത്തിപ്പിടിച്ച് CPM മത്സരിക്കുന്നത്, ആ തെരഞ്ഞെടുപ്പ് വിജയിക്കുന്നു. എന്നാൽ ആ നിലപാട് പരിപൂർണമായി ഉപേക്ഷിക്കുകയും താരതമ്യേന ജനാധിപത്യ പാർട്ടിയായ മുസ്ലിം ലീഗിനും പോലും സഹിക്കാനാവാത്ത CPM PDP-ക്കും മറ്റ് ഇതര കക്ഷികൾക്കും കീഴടങ്ങുന്നതുമായൊരു ദൃശ്യമാണ് വർത്തമാനകാലത്ത് കാണുന്നത്. ഇതിനർത്ഥം എന്താ? CPM അതിന്റെ തത്വാധിഷ്ഠിത നിലപാട് പരിപൂർണമായി ഉപേക്ഷിക്കുകയും ഒരു പക്ഷെ ജാതി മത ശക്തികളുമായി, രാഷ്ട്രീയ താല്പര്യങ്ങളുമായി, മറ്റ് മൂലധന താല്പര്യങ്ങളുമായി സന്ധി ചെയ്ത് കേരളത്തിന്റെ രാഷ്ട്രീയത്തിൽ അല്പം ജീർണമായൊരു അധ്യായം തുറക്കാൻ ഇഷ്ടപ്പെടുകയും ചെയ്യുന്നു. ഇടതുപക്ഷത്തെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെക്കാൾ അത് ഇന്ന് ആഗ്രഹിക്കുന്നത് പുറത്തു നിൽക്കുന്ന ഇത്തരത്തിലുള്ള ഒരു പക്ഷെ പ്രതിലോമകരമായ രാഷ്ട്രീയ ശക്തികളുമായി കൂട്ടുചേരാനുള്ള ഒരു സന്ദർഭം ഉണ്ടാക്കാൻ CPM ആഗ്രഹിക്കുന്നു. ഈ ഒരു വസ്തുത, പുതിയൊരു രാഷ്ട്രീയ ഐക്യമാണ് കേരളത്തിൽ വേണ്ടത് എന്ന CPM-ന്റെ ഒരു കാഴ്ചപ്പാടിനെയാണ് ഇപ്പോൾ ഇത് പുറത്തു കൊണ്ടുവരുന്നത്. ഡോക്ടർ ആസാദ്, ഞാൻ മടങ്ങിയെത്താം. ഇപ്പോൾ ശ്രീ PC ജോർജ് MLA നമ്മോടൊപ്പം ടെലിഫോൺ ലൈനിൽ.